എന്നെ ഇവിടുത്തെ പ്രതിഷ്കരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റോയൽ ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞ് ഒരു വർഷത്തിലേറെയായി പുറത്തു പോകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ കാനഡയിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ IELTS പോയി ഒരു 4-5 മാസം ഞാൻ IELTS പഠിച്ചെങ്കിലും എനിക്ക് എക്സാം ചെയ്തപ്പോൾ വിചാരിച്ച സ്കോർ കിട്ടിയില്ല. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു വീണ്ടും ട്രൈ ചെയ്യും, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏജൻസിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് വേറെ കൺട്രി നോക്കാം. അങ്ങനെ ഞാൻ ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കൺട്രി ഞാൻ ചൂസ് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ 2ലും ഫെയിലായി. അതിനുശേഷം എൻ്റെ അച്ചാച്ചനാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഇവിടെ മാതാവിനെ പറ്റിയും. ഞാൻ ആ അമ്മയുടെ ഒപ്പം അപ്പൻ്റെ ഒപ്പം ഇവിടെ വന്നിരുന്നു, പക്ഷേ എനിക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ കസിൻസിൻ്റെ ഒപ്പം വന്നപ്പോഴാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ആ മാസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോയി ഇൻ്റർവ്യൂ ഹാളിൽ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ ഏജൻസിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു 6 മാസം പിടിക്കും പേപ്പർ വർക്കുകളൊക്കെ തീരാൻ. പക്ഷേ എന്താണെന്നറിയില്ല, 2.5 മാസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. എനിക്ക് വിസയുടെ ഇൻ്റർവ്യൂവിന് ഡേറ്റും കിട്ടി. ഞാൻ വിസയുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ എന്നിട്ട് ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നത്. പിറ്റേ ദിവസം തന്നെ എനിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് എന്ന് പറഞ്ഞു വന്നു. ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നു ഇരുന്നത്. പിന്നെ ഓഗസ്റ്റ് 31 പാസ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത് വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ വെച്ച് പാസ്പോർട്ട് തുറക്കരുത്, അവിടെയുള്ള ഒരു പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ച് തുറക്കാൻ പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാതാവിൻ്റെ ഒരു പള്ളിയായിരുന്നു. ഞാൻ കയറിയ വഴി ഞാൻ അൾത്താരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ അൾത്താര മൊത്തം നീല കളറിൽ പെയിൻ്റ് അടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ വെച്ച് പാസ്പോർട്ട് തുറന്നു. അപ്പോൾ എനിക്ക് വിസ അടിച്ച് കിട്ടിയിരുന്നു. ഇതാണ് എൻ്റെ വിസ. അതിനുശേഷം പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് മൂക്കിൽ ദശ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടേ മുതൽ ശ്വാസം എടുക്കാനും തണുപ്പ് കാലം വന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എൻ്റെ അടുത്ത് 18 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ഓപ്പറേഷന് പറ്റുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞു, പക്ഷേ ഓരോ കാരണത്തോളം ഈ ഓപ്പറേഷൻ നീണ്ടു പോയി. ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായതും അത് വളരെ സക്സസ് ആയി നടക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫുട്ബോൾ കളിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ പല്ല് കൂട്ടിയിടിച്ചൊരു പല്ല് പോവുകയും ചെയ്തിരുന്നു. ഞാനത് ആ ദിവസങ്ങളിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയും അതേ പല്ല് വെക്കുകയും ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഉറച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചൊന്നും കടിക്കരുത്. ഞാൻ പരമാവധി അങ്ങനെ തന്നെയാണ് നോക്കിക്കൊണ്ട് പോയത്. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പല്ലിന് വേദന വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു വേരില്ല, ജസ്റ്റ് ഒരു മോണയുടെ ബലത്തിലാണ് പല്ലിരിക്കണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പല സാഹചര്യങ്ങൾ കൊണ്ടും അതും വൈകി പോയി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ പല്ലിൻ്റെ കാര്യങ്ങളും എല്ലാം വേഗമായത്. ഡോക്ടേഴ്സ് പല ഹോസ്പിറ്റലിലും പോയി ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 2-3 മാസം പിടിക്കും പല്ല് ഫുൾ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കാൻ. പിന്നെ അന്വേഷിച്ച് വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് പല്ല് വെച്ച് ഇതാക്കി തരാമെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ പല്ലിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തത് ഭക്ഷണം കൊടുക്കുക, പിന്നെ പത്രങ്ങളൊക്കെ കൃപാസന പത്രം ഞാൻ ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. സങ്കീർത്തനങ്ങൾ 17, 7, 8 തിരുവചനങ്ങൾ. തൻ്റെ വലത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ.